ഹലോ ഫ്രണ്ട്സ്, അമ്മൂസ് പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സെൽഫ് വാട്ടറിംഗ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വെറുതെ കളഞ്ഞാൽ അത് നമ്മുടെ വാതാവരണത്തിനും നന്നല്ല. അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് നല്ല ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. മണി പ്ലാന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് വീട്ടിനുള്ളിൽ വച്ചാൽ നല്ല ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ റൂമിനകത്തും വയ്ക്കാൻ സാധിക്കും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഈ ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ടാക്കുന്നതിന് ഞാൻ ഇതുപോലെ വലിയ 4 ബോട്ടിലുകളും ഇതുപോലൊരു ഹോർലിക്സിന്റെ ഒരു കുപ്പിയാണിത്, അതും എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഇത്ര അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. 4 എണ്ണത്തിനെ കട്ട് ചെയ്തെടുക്കണം. ഇത് 4 എണ്ണം ഇതിന്റെ ഈ ടോപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കി വന്ന ഈ ഭാഗം ഇത്രയും നീളത്തിൽ നമുക്ക് വീണ്ടും ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ആ 3 എണ്ണത്തിന്റെ ഒരുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഈ 4 ബോട്ടിലിന്റെയും ഞാൻ ഇതുപോലെ ഇത്രയും നീളത്തിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ ഈ ഭാഗം ഇനി നമുക്കിനി ആവശ്യമില്ല, ഇത് വേസ്റ്റ് ആക്കാൻ കളയാം. ഇനി ഈ ബോട്ടിൽ എടുത്തിട്ട് ഇത്രയും നീളത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ മാർക്ക് ഇട്ടിരിക്കുന്ന ഇത്രയും നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പ് കട്ട് ചെയ്ത് വെച്ചിരുന്ന് ഇതിനൊന്ന് പെയിന്റ് അടിച്ചെടുക്കാം. ഇതെല്ലാം ഞാൻ പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പണി ചെയ്യാം. ഇതിന് ഈ ഹാഫായിട്ട് കട്ട് ചെയ്ത് ഇതെടുത്ത് ഇതിനകത്ത് നമുക്ക് ഇവിടെ 2 ഹോൾ ഇട്ട് കൊടുത്ത് അതൊന്ന് കെട്ടിയെടുക്കണം. ഇതിപ്പോൾ കെട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അതുപോലെ കെട്ടിയെടുക്കണം. ഈ 2 സൈഡ് ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഈ സൈഡിൽ നമുക്ക് ഇതുപോലെ കെട്ടിയെടുക്കണം. 3 സൈഡ് കെട്ടിയെടുത്തിട്ടുണ്ട്. 4ാമത്തെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഇതുപോലെ കെട്ടിയെടുക്കാം. ഇത് 4 സൈസും ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ എക്സ്ട്രാ വരുന്നത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് എക്സ്ട്രാ കട്ട് ചെയ്ത് കളയാം. ഈ ഓരോ വെച്ചിരിക്കുന്നതിന്റെ മണ്ടയിൽ നമുക്ക് ഓരോ ഹോൾ ഇട്ട് കൊടുക്കണം. ഇതിലൊരു കയറെടുത്ത് ഇതിലൊരു ത്രെഡ് എടുത്തിട്ട് ഞാൻ ഈ 4 ഹോളിലും കൂടെ കയറ്റി ഇങ്ങനെ ഹാങ്ങിങ് ചെയ്യാനെ കൊണ്ട് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പെയിന്റ് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ അടപ്പിൽ ഇതുമാതിരി ഒരു ഹോൾ ഇടണം. എല്ലാ കുപ്പിയുടെ ടോപ്പിൽ ഇതുപോലൊരു ഹോൾ ഇടണം. എന്നിട്ട് ഇതുമാതിരി ഒരു കോട്ടൺ തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ കോട്ടൺ തുണി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഈ കുപ്പിയുടെ ആ ടോപ്പിലിട്ടിരിക്കുന്ന ഹോളിനകത്തൂടെ നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു കെട്ടിടണം. എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളയാം.
കുറച്ച് നീളം മതി. ഇതുപോലെ നമുക്ക് ബാക്കി വരുന്നതും ഇതുപോലെ ആക്കി എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഹാഫ് വരുന്നിടം വരെ നമുക്ക് ഈ മണ്ണ് നിറച്ച് കൊടുക്കാം. ഇതുപോലുള്ള മണി പ്ലാന്റിൻ്റെ ഓരോ തണ്ടെടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കണം. ഒരു തണ്ടോ 2 തണ്ടോ വെച്ചാലും മതി. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര വെക്കണം എന്നുള്ളത്. ബാക്കി കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഉറപ്പിച്ച് വെക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കുപ്പികളിലും ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം മണ്ണിട്ട് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തൂടെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഓരോ പ്ലാന്റ് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാ പ്ലാന്റും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്കിത് തൂക്കി ഹാങ് ചെയ്യാൻ പറ്റും. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കാണാൻ നല്ല മനോഹരവുമായിട്ടുള്ളതാണ്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.